1970-കൾക്ക് ശേഷം കുവൈത്തിലേക്ക് പ്രവാസം ആരംഭിച്ചവരെയും സമീപകാലത്ത് കുവൈത്തിൽ പ്രവാസ ജീവിതം നയിച്ചവരെയും ഒരുമിപ്പിക്കുന്ന കുവൈത്ത് കൂട്ടായ്മയുടെ 5ാം വാർഷിക കുടുംബയോഗം പെരിന്തൽമണ്ണ ബാഷ ഹാജി സ്മാരക AC കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ള കുവൈത്ത് പ്രവാസികളും കുടുംബ അംഗങ്ങളും ഉൾപ്പെടെ 65-ലധികം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. രാവിലെ 9:30 ജാഫർ മേലാറ്റൂരിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് KC ഹംസ മാട്ടറ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് KT ഹംസ പെരിന്തൽമണ്ണ അധ്യക്ഷത വഹിച്ചു. മുൻകാല പ്രവാസികൾ അനുഭവിച്ച കഠിനമായ ജീവിത സാഹചര്യങ്ങളും പ്രതികൂലമായ കാലാവസ്ഥയും അതിജീവിച്ച് അവർ നേടിയ നേട്ടങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് എങ്ങനെ തണലായി മാറിയതെന്നും അധ്യക്ഷൻ തന്റെ പ്രസംഗത്തിൽ വിശദീകരിച്ചു. 1972 മുതൽ കുവൈത്തിലെ പ്രവാസം തുടങ്ങിയ മുൻകാല പ്രവാസികളും ഇന്ന് സമീപകാലത്തെ പ്രവാസികളും കൂടി ഒത്തുചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് കുവൈത്ത് കൂട്ടായ്മ എന്ന പേരിൽ ഞങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. ഇത് 5 വർഷം മുമ്പ് താഴക്കോട് കരിങ്ങലത്താണി മർഹൂം VP ഹാജിയുടെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മകൻ സത്താർ സ്പോൺസർ ചെയ്തുകൊണ്ടാണ് ആദ്യമായി വാർഷിക സമ്മേളനം തുടങ്ങിയത്. അന്ന് 100-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുകയുണ്ടായി. അന്ന് പങ്കെടുത്തവരിൽ പലരും 40-45 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് കാണുകയായിരുന്നു. ആ ഒരു കൂട്ടായ്മ രൂപീകരിക്കാനുണ്ടായ കാരണം കേരളത്തിൻ്റെ ഇന്നത്തെ ഉയർച്ചയ്ക്ക് ജീവൻ ഹോമിച്ച വിയർപ്പും രക്തവും നൽകി വെയിലുകൊണ്ട് നമ്മുടെ ഈ തലമുറയെ തണലത്തിരുത്തിയ നമ്മൾ ഓരോരുത്തരും സ്വസ്ഥ ജീവിതം നയിക്കുകയാണ് എന്നുള്ള രീതിയിൽ നാട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ അവരെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല. എപ്പോഴും പരസ്പരം കണ്ടും പരിചയപ്പെട്ടും ബന്ധപ്പെട്ടും ജീവിക്കണം, കൂട്ടായ്മകൾ സംഘടിപ്പിക്കണം, നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം, സന്തോഷവാന്മാരായിരിക്കണം എന്നുള്ള ഹാപ്പി ഹോർമോൺസ് ശരീരത്തിൽ മൊത്തം ഉണ്ടാവാനുള്ള അങ്ങനത്തെ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ കുവൈത്ത് കൂട്ടായ്മ രൂപീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മ 5ാമത്തെ വാർഷികം പെരിന്തൽമണ്ണയിൽ വെച്ച് സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടായ്മ ഇതിനകം തന്നെ വാർഷിക സംഗമങ്ങളും ഫുട്ബോൾ മാച്ചുകൾ തുടങ്ങി പലതരം പ്രവർത്തനങ്ങളും ചെറിയ രീതിയിൽ ചാരിറ്റികളുമൊക്കെ നടത്തിക്കൊണ്ട് ഈ കൂട്ടായ്മ ഇന്നും നിലനിൽക്കുകയാണ്. ഇതിൽ മിക്കവാറും 40 വർഷം 45 വർഷമൊക്കെ കുവൈത്തിൽ നിന്നിരുന്നവരുണ്ട്. 85 വയസ്സിലധികം പ്രായമുള്ളവരുമുണ്ട്. പക്ഷേ പ്രായം വെറും നമ്പർ മാത്രമാണ് എന്നുള്ള ബോധത്തോടു കൂടി ഇത്തരം കൂട്ടായ്മകൾ നമ്മളെപ്പോൾ വിളിച്ചാലും ഓടിപ്പാഞ്ഞു വരുന്ന ഊർജ്ജസ്വലരായിട്ടുള്ള ആൾക്കാരാണ് ഈ കൂട്ടായ്മയുടെ മുതൽക്കൂട്ട്. എല്ലാവരും സഹകരിച്ചതുകൊണ്ട് ഈ കൂട്ടായ്മ നല്ല രീതിയിൽ തുടരുന്നുണ്ട്. പഴയകാല പ്രവാസ സൗഹൃദങ്ങൾ പുതുക്കുന്നതിനും പരസ്പര സഹകരണവും സൗഹൃദവും ശക്തിപ്പെടുത്തുന്നതിനും ഇത്തരം കൂട്ടായ്മകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. KK ഇല്യാസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ സ്ഥാപനങ്ങളും കുവൈത്ത് കൂട്ടായ്മയും ഒരുക്കിയ നിരവധി സമ്മാനങ്ങൾ നറുക്കെടുപ്പിലൂടെ അംഗങ്ങൾക്ക് വിതരണം ചെയ്തു. സവ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ജാംജൂം സൂപ്പർ മാർക്കറ്റ് മേലാറ്റൂർ, HDFC ബാങ്ക് മേലാറ്റൂർ, ഇസാഫ് ബാങ്ക് മേലാറ്റൂർ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സഹകരണവും പരിപാടിക്ക് ലഭിച്ചു. പഴയകാല പ്രവാസ സൗഹൃദങ്ങൾ വീണ്ടും പങ്കുവയ്ക്കാനും കുടുംബസംഗമത്തിന്റെ ആവേശം ആസ്വദിക്കാനുമായി കാസർഗോഡ് ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി മുൻകാല പ്രവാസികളും ദമ്പതികളും പ്രായത്തിന്റെ അവശതകൾ പോലും അവഗണിച്ച് പരിപാടിയിൽ പങ്കെടുത്തു. കുവൈത്ത് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇടയ്ക്കിടെ കുടുംബസംഗമങ്ങളും ഉല്ലാസയാത്രകളും സംഘടിപ്പിക്കാനും പരസ്പര സൗഹൃദവും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്താനും യോഗം ആഹ്വാനം ചെയ്തു. ജനറൽ സെക്രട്ടറി PK റഫീഖ് കരിങ്ങല്ലത്താണി, വർക്കിംഗ് സെക്രട്ടറി C അബ്ദുൽ ലത്തീഫ് കരിങ്ങല്ലത്താണി, ട്രഷറർ KK ഇല്യാസ് മേലാറ്റൂർ, വൈസ് പ്രസിഡന്റ് KC ഹംസ മാട്ടറ, വള്ളോത്ത് ഹംസ പൂവത്താണി, കോൽക്കാട്ടിൽ അബ്ദുൾ അസീസ് തുടങ്ങിയവരും കോർഡിനേറ്റർമാരായ TP മുഹമ്മദ് കുട്ടി, നാട്ടുകൽ വാക്കേൽ മമ്മു, മുതുക്കുംപുറം ഷെരീഫ്, മണ്ണാർക്കാട് കരീം, വേളശ്ശേരി വണ്ടൂർ അക്കര അബ്ദുൾ സമദ്, താഴക്കോട് അസീസ്, പാണ്ടിക്കാട് അസീസ് തുടങ്ങിയവരും കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. C അബ്ദുൽ ലത്തീഫ് നന്ദി പറഞ്ഞു. ഉച്ചഭക്ഷണത്തോടെയാണ് 5ാം വാർഷിക കുടുംബയോഗം സമാപിച്ചത്. മാഗോമൈക്ക് ന്യൂസ്, പെരിന്തൽമണ്ണ.